വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയാലോ. നല്ല മുരുമുരാന്നുള്ള ഫിഷ് ഫ്രൈ അല്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ. പുളിയൊക്കെ ചേർത്ത് എരിവും അതേപോലെ ജ്യൂസിയും നല്ല സോഫ്റ്റും. എനിക്ക് കൂടുതൽ വർണ്ണിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് കപ്പലൊടിക്കാനുള്ള വെള്ളം വായിലുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം എന്തായാലും ഫിഷ് ഫ്രൈ. കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 8 ചെറിയുള്ളിയും ഇഞ്ചി, ഒരു ചെറിയൊരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു ചുള മുഴുവൻ വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഒന്ന് ജസ്റ്റ് നൽകി കൊടുക്കുക, ഒന്ന് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, കളർ വേണമെന്നുണ്ടെങ്കിൽ. ഞാനിതിലേക്ക് ചേർക്കാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി തപ്പിയപ്പോഴാണ് കാശ്മീരി മുളക് പൊടി തീർന്ന കാര്യം ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് ഞാനിതിൽ ചേർക്കാത്തത്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് പുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള, ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുള്ള മീൻ ചേർത്ത്, ഞാനൊരു അയിലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മൂടി തുറന്ന് നോക്കുക. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടുക. എന്നിട്ട് വീണ്ടും ഇത് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഫിഷ് ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ മസാലയൊക്കെ ഇങ്ങനെ ഫിഷിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ വറ്റി 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 വരണം, എന്നിട്ടാണ് അതിൻ്റെ ടേസ്റ്റ്. വീണ്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു മസാല മൊത്തം, ആ ഒരു ഫ്ലേവറും എല്ലാം നമ്മുടെ ആ ഒരു മീനിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മുകളിലുള്ള ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മസാല, ആ ഒരു ബാക്കിയുള്ള മസാല ഇങ്ങനെ പരട്ടി കൊടുക്കണം കേട്ടോ. നമ്മുടെ മീനിലേക്ക് ഇത് ഏകദേശം നമ്മുടെ ഫ്ലേവറൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. മീൻ ഇടയ്ക്ക് ഒന്നും കൂടി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതെല്ലാം നന്നായി വറ്റി നമ്മുടെ മീനിലേക്കെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുറച്ച് ചോറും ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അത്രയ്ക്ക് നല്ലൊരു കിഡിലൻ ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. കണ്ടിരുന്ന് കൊതിമൂത്തിരിക്കാതെ വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.